നന്ദി ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2087 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 49 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ഇതിനോടകം വളരെയധികം വിലപ്പെട്ട അനേകം ക്ലാസ്സുകൾ നമുക്ക് നൽകിയിട്ടുള്ള കുറുപ്പ് ഡോക്ടറോടൊപ്പം എന്നുള്ള വിഷയമാണുള്ളത്. ഇന്ന് നല്ലൊരു ക്ലാസ് സാറിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. സാർ വന്നിട്ടില്ലേ? സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടില്ല. ആക്കിയിരുന്നു, പക്ഷെ ഇപ്പൊ സാർ ഔട്ടായതാണ്. സാറുണ്ട്. കോഹോസ്റ്റ് അല്ല. നമസ്കാരം എല്ലാവർക്കും, പ്രത്യേകിച്ച് IFPHന്റെ എല്ലാ ആൾക്കാർക്കും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഇന്ന് ഞാൻ എടുക്കാൻ ആർക്കെങ്കിലും ഇതിനോടകം വല്ല സംശയം ആർക്കെങ്കിലും എന്തെങ്കിലും ഇടയ്ക്ക് സംശയമോ ഇതോ വല്ലതും ഉണ്ടെങ്കിൽ സ്പെല്ലിങ് എന്നോട് ചോദിക്കരുത്. എനിക്കിപ്പോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒരുപാട് വരാറുണ്ട്. ഇവിടെ ബോറിക്കിലെ ഇതിൽ നോക്കിക്കോണം സ്പെല്ലിങ് വല്ലതും ഉണ്ടെങ്കിൽ. എനിക്ക് ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഈ അടുത്ത കാലത്ത് ഇച്ചിരി കൂടുതലാണ്. സോറി പറയുന്നതിന്. ഇപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഇപ്പൊ ഡോക്ടർ അമ്പാടി മാം അമ്പാടി ചേച്ചി ഇന്ന് സംസാരിച്ചത് മുഴുവൻ ഇതിനെ കുറിച്ചാണ്, ഫീമെയിൽസ് കംപ്ലയിൻസിനെ കുറിച്ച്. ഇതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. പുരുഷ ജനനേന്ദ്രിയവും ഹോമിയോപ്പതിയെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ആൾക്കാർ എടുത്തു കാണും, ഞാനധികം കേട്ടിട്ടില്ല. എങ്കിലും എനിക്കറിയാവുന്ന കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസ് ആണ് കൂടുതലും ഞാനിവിടെ പറയുന്നത്. അതിനിടയ്ക്ക് കുറേ ചെറിയ ചെറിയ കേസുകളൊക്കെ എനിക്ക് കിട്ടിയത് പറയും. അതൊക്കെ യഥാർത്ഥമാണ്. ഞാൻ ചികിത്സിച്ചിട്ടുള്ള കേസുകളാണ്. ഞാൻ ഉപയോഗിക്കുന്ന പൊട്ടൻസികൾ കൂടുതലും 50 മില്ലി പൊട്ടൻസി, അതായത് എൻഡം പൊട്ടൻസി, മദർ ടിഞ്ചർ, പിന്നെ ഈ ബയോകെമിക്കൊക്കെ ആണെങ്കിൽ 3X-ഉം 6X-ഉം 12X-ഉം ഒക്കെ ഉപയോഗിക്കും. ഇതാണ് പൊട്ടൻസികൾ. ബാക്കി കാര്യങ്ങൾ ഞാൻ പുറകെ പറയുന്നതായിരിക്കും. ഏതെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ പറയാം. ഓക്കെ, എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം സാറേ. അപ്പം ആദ്യമായിട്ടുള്ള പുരുഷ ജനനേന്ദ്രിയത്തിൻ്റെ കംപ്ലൈൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട പ്രായമുള്ളവരുത്. ഒരു നേരത്തെയൊക്കെ 50-60, ഇപ്പോൾ ഒരു 60-70 ഇപ്പോൾ ഒരു 50-55, 60-ലൊക്കെ കാണാൻ തുടങ്ങി ഈ പ്രോസ്റ്റേറ്റ് വളർച്ച, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്. ഇപ്പോൾ ഒരുപാട് കേസുകൾ എനിക്ക് കിട്ടാറുണ്ട്. അടുത്ത കാലത്ത് വന്ന ഒരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടും വീണ്ടും എന്താണെന്ന് അറിയാൻ മേല അതിൻ്റെ വല്ല കുറച്ച് വല്ലതും ഇരുന്ന് കാണും. അത് കഴിഞ്ഞിട്ട് 2-3 അടുത്ത കാലത്തായിട്ട് ഇഷ്ടം പോലെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് കേസുകൾ കിട്ടാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ ബെറൈറ്റാകാർബാണ്. ഇന്ന് വിനയിനും അല്ലാത്തതിനും ഒക്കെ കൊള്ളാവുന്നവരാണ്. പ്രോസ്റ്റേറ്റ് വളർച്ചയ്ക്ക് നൽകാവുന്ന ഒന്നാന്തര ഔഷധമാണ് ബെറൈറ്റാകാർബ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊടുക്കാറുള്ള വേറൊരു മരുന്നാണ് ചിമാഫില അമ്പലേറ്റ മദർ ടിഞ്ചർ, അല്ലെങ്കിൽ 3X. അതൊരു പന്ത് പോലെ ഇരിക്കും, ഇച്ചിരി വലുതായിട്ടിരിക്കും. ഒരുമാതിരി പന്തിൻ്റെ പുറത്തിരിക്കുന്ന മാതിരിയുള്ള ഒരു തോന്നലാണ് ചിമാഫില അമ്പലേറ്റയുടെ സിംറ്റം.
പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഒരു മെഡിസിൻ കൊണയമ്മാക്ക. പ്രോസ്റ്റേറ്റ് വളർച്ചയ്ക്ക് നൽകാവുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഔഷധമാണ് കൊണയമ്മാക്ക. മൂത്രം ഒഴിക്കാൻ നോക്കിയാൽ പോവുകയില്ല. ഈ പ്രായമുള്ളവർ പലരും ഇതൊക്കെ അനുഭവിക്കുന്നവർ കാണുമായിരിക്കും. മൂത്രം വന്നിട്ട് നിൽക്കുകയും വീണ്ടും പോവുകയും ചെയ്യുന്നു. കുറച്ചിങ്ങോട്ട് വരും, പിന്നെയും അവിടെ നിൽക്കും, പിന്നെയും ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യണം. ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ ചെയ്യാവുന്ന ഒരു ഇത് ഇരുന്നുകൊണ്ട് ഒഴിക്കാതെ നിന്നുകൊണ്ട് ഒഴിക്കുക. അല്ലെങ്കിൽ റെസിഡ്യൂവൽ യൂറിൻ അവിടെ നിന്നിട്ട് വീണ്ടും വീണ്ടും ഒഴിക്കണമെന്നുള്ള തോന്നൽ വരാൻ സാധ്യത കൂടുതലാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളോട് കൂടി വരുന്ന പ്രോസ്റ്റേറ്റ് വളർച്ച, തുടർച്ചയായി മൂത്രം ഒഴിക്കൽ, ശ്രമിച്ചാലും മൂത്രം തുള്ളി തുള്ളിയായി പോകുന്നു. മൂത്രം പോകുമ്പോൾ മുറിക്കുന്നത് പോലുള്ള വേദനയും തുടിപ്പും മൂത്രസഞ്ചിയിൽ അനുഭവപ്പെടുകയാണെങ്കിൽ കൊടുക്കേണ്ട മെഡിസിൻ ഡിജിറ്റാലിസ് ആണ്. പിന്നെ മിക്കവാറും അവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചില ഹാർട്ട് കംപ്ലയിൻസും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് കൂടുതലും. അങ്ങനെയുള്ള രോഗികൾക്ക് കൊടുക്കേണ്ടത് ഡിജിറ്റാലിസ് ആണ്. അതായത് ട്യൂബർക്കുലർ, അതായത് ക്ഷയരോഗികളിൽ കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് വീക്ക് ആണെങ്കിൽ വളരെ മെലിഞ്ഞിരിക്കും, വളരെ ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനെയൊക്കെ കണ്ടാൽ അയോഡിൻ, പേഷ്യൻ്റ് കോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊടുക്കേണ്ടി മരുന്ന് അയോഡമാണ്. സ്പീഡ് കൂടുതലുണ്ടോ ഡോക്ടറെ? അറിയാമോ ഡോക്ടർ? കുഴപ്പമില്ല. പ്രോസ്റ്റേറ്റിൻ്റെ അസുഖങ്ങളോടുകൂടി മൂത്രത്തിൽ കൂടെ രക്തം പോവുകയാണെങ്കിൽ ഓസ്മിയം ക്യാനാണ് മെഡിസിൻ. ചിരിച്ച രക്തത്തിൻ്റെ അംശം ഇങ്ങനെ കാണും, അകപ്പാടെ പേടിച്ചു പോകും കാണുമ്പോൾ. പിന്നെ വേറൊരു പ്രേര ബ്രാവ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. പ്രേര ബ്രാവ പ്രോസ്റ്റേറ്റ് വളർച്ച കാരണം മൂത്രം പോകുവാൻ ഭയങ്കര ബുദ്ധിമുട്ടും മൂത്രം തടഞ്ഞു നിർത്തുന്നു, അങ്ങോട്ട് പോവുകയില്ല. കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വരും, അവിടെ മുക്കി മുക്കി ഇരിക്കേണ്ടി വരും. അഗന്ധകവും നിജവുമായ പ്രോസ്റ്റേറ്റ് വളർച്ചയ്ക്ക് നൽകാവുന്ന ഒരു പ്രത്യേക ഔഷധമാണ്. മൂത്രം പോകുവാൻ ബുദ്ധിമുട്ട്, മൂത്രം പോകുമ്പോൾ പുകച്ചിലും അനുഭവപ്പെടും. ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ചിലപ്പം ബ്ലഡ് ടെസ്റ്റ് നോക്കിയാൽ അതിൻ്റെ അകത്ത് പസൽസും കാണാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വേറൊരു പ്രത്യേക ഔഷധമാണ് സോൾഡാവോ. ഒത്തിരി നാളുകളായിട്ടുള്ളത്, ഇപ്പം 4, 5, 8, 10 വർഷമൊക്കെ ആയിട്ട് പ്രോസ്റ്റേറ്റ് എന്ന് വെച്ചാൽ കണ്ടമാനമില്ല, അത് വളരെ പഴകിയതായിട്ടിങ്ങനെ കുറച്ച് കൂടും, പിന്നെയും കുറവ് കിട്ടും മരുന്ന് കഴിക്കുമ്പോൾ. അങ്ങനെയുള്ളതിൻ്റെ അകത്ത് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് സോൾഡാവോ. അത് മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. സബാർസെറിലേറ്റായും മദർ ടിഞ്ചറോ 3X ആണ് കൊടുക്കുന്നത്, പറയാൻ മറന്നുപോയി. പിന്നെ ഒരെണ്ണം പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ ഷാഫിസാക്രിയാണ്. വാർദ്ധക്യം ചെന്നവരിൽ കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് വളർച്ച, ഇടയ്ക്കിടെയുള്ള മൂത്രവിസർജനത്തിനുള്ള പ്രേരണ, ഒന്നൊഴിച്ചിട്ട് വന്നു കഴിഞ്ഞാലും പിന്നെയും പോകണമെന്ന് തോന്നുന്നു, പിന്നെയും പോകും, ഒരു ശകലം പോവും, പിന്നെയും ഇച്ചിരി കഴിയുമ്പം വീണ്ടും പോകും. അത് കൂടുതലും രാത്രിയിലാണ് കൂടുതൽ. അത് ചെന്നിരുന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് വരത്തില്ല മൂത്രം ഇങ്ങോട്ട്. അവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ, വളരെ മുക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മൂത്രം പോകും. അത് കഴിയുമ്പം പിന്നെ പിന്നെയും ഇറങ്ങിപ്പോരും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പോകണം. മൂത്രം പോയി കഴിഞ്ഞാലും ഏതാനും തുള്ളികൾ ഇരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ, പിന്നെ അത് മുഴുവൻ പോയില്ല എന്നുള്ളൊരു തോന്നൽ. അതുപോലെ തന്നെ പുകച്ചിലും ചെറിയ വേദന, പുകച്ചിലോടുകൂടി ചെറിയ വേദനയും വരാൻ ഷാഫിസാക്രിയിലേക്ക്. അടുത്തത് പരംപിക്രിക്കം, ഒരു പ്രധാനപ്പെട്ട ഈ പ്രോസ്റ്റേറ്റ് വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ്. വാർദ്ധക്യകാലത്ത് വരുന്ന പ്രോസ്റ്റേറ്റ് വളർച്ച, വാർദ്ധക്യകാലത്താണല്ലോ കൂടുതലും പ്രോസ്റ്റേറ്റ് വരുന്നത്, എല്ലാം ഇതിന് പറ്റുന്ന മരുന്നാണ്. രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം വിസർജിക്കണമെന്നുള്ള തോന്നൽ, അത് കൂടുതലും രാത്രിയില്ല, പകലത്ര തോന്നത്തില്ല. രാത്രിയിൽ തെരുതെരെ എഴുന്നേക്കണം, പോകണം, മൂത്രം ഒഴിക്കണം. അതുപോലെ തന്നെ മലം പോകുന്നുള്ളൊരു തോന്നൽ, ഉള്ളൊരു തോന്നലൂടെ വരാം ഇതിന് പരംപിക്രിക്കണം.
ലിംഗത്തിന് വേദനയും വരാം. മൂത്രമൊഴിക്കുമ്പോൾ ലിംഗാഗ്രഹത്ത് വേദന തോന്നാം. ഒരു പുകച്ചിലോട് കൂടിയുള്ള ഒരു വേദന തോന്നിക്കാം. ഇനി അടുത്ത കണ്ടീഷൻ, ചിത്രം എടുത്തതിൽ ആർക്കെങ്കിലും സംശയമൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കാം, എഴുതി വെച്ചോണം. അടുത്തത് ലൈംഗിക ബലഹീനത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസി അല്ലെങ്കിൽ ഷണ്ണത എന്നൊക്കെ പറയും. ഷണ്ഡത. ഡാമിയാന ഒന്നാം തരം ഒരു മെഡിസിനാണ്. അത് ആണുങ്ങൾക്കും പറ്റും പെണ്ണുങ്ങൾക്കും പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ് മദർ ടിഞ്ചർ. 10 തുള്ളി വീതം ദിവസം 3 അല്ലെ 4 നേരം കൊടുക്കാം. പൂർണ്ണമായ നഷ്ടപ്പെട്ട ഉദ്ധാരണശേഷിയും ലൈംഗികാസക്തിയും മൂത്രം പോകുമ്പോൾ മലം പോകുമ്പോൾ അറിയാതെയുള്ള സ്ഖലനം, അങ്ങനെ അറിയാതെ മലത്തിനിരിക്കുമ്പോഴും അതായത് കക്കൂസിയിലിരിക്കുമ്പോഴും മൂത്രം ഒഴിക്കുമ്പോഴും അറിയാതെ ഇങ്ങനെ അതിൻ്റെ അകത്തൂടെ ബുദ്ധിമുട്ട്, ഉദ്ധാരണശേഷി അറിയാതെ സ്ഖലനം വരുന്നവർക്കുള്ളതാണ്. അത് കൂടുതലും പ്രായമുള്ളവർക്ക് അത് ഇച്ചിരി കൂടുതലാണ്. കാരണം പ്രത്യേകിച്ച് ഭാര്യമാര് മരിച്ചവരെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവർക്കൊക്കെ ഇത് കൂടുതലുണ്ട്. അവർക്കുള്ള നുപർലൂട്ടിയം മദർ ടിഞ്ചർ. പിന്നൊരു പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ് അത്. നാഡി ക്ഷീണം കൊണ്ട് വരാവുന്ന ലൈംഗിക ശേഷി കുറവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം യോഹീബീൻ മദർ ടിഞ്ചറാണ്. അത് ഇതെല്ലാം മദർ ടിഞ്ചറാണ്. ഇത്ര നേരം പറഞ്ഞതെല്ലാം അതെല്ലാം പതിപ്പത്തിൽ ചേർത്ത് 3-4 പ്രാവശ്യം ദിവസം കൊടുത്താൽ വളരെയധികം പ്രയോജനം കിട്ടുന്നതായിരുന്നു. ന്യൂഫർലൂട്ടിയത്തിന്റെ സാർ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. അതാ പറഞ്ഞ നാഡീക്ഷീണം കൊണ്ട് വരാവുന്ന അത് യോഹിബില് അതിന് മുമ്പത്തെ അത് യോഹിബിന് ന്യൂഫർലൂട്ടിയത്തിന്റെ കേട്ടില്ലേ? അതൊന്നുകൂടെ അത് അതായത് ലൈംഗിക ബലത പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടതും ഉദാഹരണശേഷിയും ലൈംഗികാസക്തി നഷ്ടപ്പെട്ടതും അതുപോലെ മൂത്രം പോകുമ്പോഴും മലം പോകുമ്പോഴും അറിയാതുള്ള സ്ഖലനം, എന്നാലും ശ്രമം പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? മനസ്സിലായി സാർ. അത് ഡാമിയാന ഓർത്തത് അതാണ്. ഡാമിയാന ആദ്യം പറഞ്ഞതാ. അത് എല്ലാവർക്കും ആണിനും പെണ്ണിനും പൊതുവെ നൽകാവുന്ന ഒരു മരുന്നാണ് ഡാമിയാന മദർ ടിഞ്ചർ. ലൈംഗിക ബലഹീനതയ്ക്ക് വേറൊരു മരുന്നാണ് ഓണോസ്മോഡിയം. പൊട്ടൻസി ആണ്. ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യക്കുറവ്, ലിംഗത്തിന് തണുപ്പ് അനുഭവപ്പെടുക, സ്വപ്നസ്ഖലനം, സംഭവത്തിൽ പെട്ടെന്ന് സ്ഖലനം നടക്കുക, പെട്ടെന്ന് സ്ഖലനമായിരിക്കും ഓണോസ്മോഡിയത്തിന്. വലിയ താല്പര്യം കാണില്ല. ലൈംഗിക കാര്യങ്ങൾ താല്പര്യക്കുറവ്, നോ ഇൻട്രസ്റ്റ്, ഒരു തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന മാതിരിയുള്ള ഒരു തോന്നല്, സ്വപ്നസ്ഖലനം, അതായത് സംഭവത്തിന് തുടങ്ങുമ്പോഴേ സംഗതി ഇന്ന് പോവും. അതാണ് ഓണോസ്മോഡിയത്തിന്റെ പ്രധാനപ്പെട്ട സിംറ്റം. അടുത്തതിലോട്ട് പോവോ? ലൈക്കോപോഡിയം. ഭാഗികമായ ലൈംഗിക ബലഹീനത കുറവിന് കൊടുക്കാവുന്ന, പ്രായമുള്ളവർ കൂടിയതിലുള്ളവർക്ക് കൊടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് ലൈക്കോപോഡിയം. ഞാൻ പല വയസ്സന്മാരും വന്ന് പറയാറുണ്ട്, ഒരു രക്ഷയില്ല. അവർ പറയുന്ന ഒരു കാരണം, ഭാര്യയ്ക്ക് നമുക്ക് വേണ്ടെങ്കിലും ഭാര്യയ്ക്ക് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് ലൈക്കോപോഡിയം. ഓൾഡ് ഏജിൻ്റെ ലൈംഗിക ബലക്കുറവിന് കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട മരുന്നാണ്. അതിന് വേറൊരു പ്രധാനപ്പെട്ട സിംറ്റം കൂടെ ഉണ്ട്. പ്ലാറ്റിനൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ആശയുണ്ട്, പക്ഷെ ആക്കമില്ല. ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ആക്കം കാണുകയാണ്. അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മെഡിസിന് ലൈക്കോപോഡിയാണ്.
ആർണിക്കായും ഹൈപ്പറിക്കും 2 മരുന്ന് ഈ ചിലപ്പം ഇതുകൊണ്ട് ഉണ്ടാകാം, അല്ല ക്ഷേമങ്ങൾ കിട്ടിയത് കൊണ്ടോ അടി കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പം ഈ കട്ടറുള്ള വഴിയെ കൂടെ സ്കൂട്ടറിലോ ബൈക്കിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ വരുന്ന കേസിൽ അത് ഹൈപ്പറിക്കോ ആർണിക്കായ വളരെ പ്രയോജനമാണ്. സിഫിലിസ് വന്നതിന് ശേഷം വന്നതാണെങ്കിൽ കാലിയായുള്ളേറ്റം. ഒരിക്കൽ ഞാനൊരു ഞാൻ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ അടുത്തൊരാൾക്ക് ഒരു കേസ് വന്നു. അയക്ക് ഞാൻ എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ടും അങ്ങോട്ട് കുറയുന്നില്ല. അത് പല മരുന്നുകളും കൊടുത്തിട്ട് കുറയുന്നില്ല. എന്നാലും എൻ്റെ ഒരു കൂട്ടുകാരൻ അതിലെ വന്ന്, എൻ്റെ ഒരു സീനിയറായിട്ട് പഠിച്ച, ഞാൻ പുള്ളിയോട് പറഞ്ഞു. എന്നാലും പുള്ളി പറഞ്ഞു, ആദ്യം ഒരു ഡോസ് സിപ്പിലിനം കൊടുത്തതിന് ശേഷം, അത് 200 പുള്ളി പറഞ്ഞു, അതിനുശേഷം കാലിയയുടെ ഏറ്റം കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തപ്പം പുള്ളിയുടെ ശരിയായി. പിന്നെ പ്രമേഹം ഉള്ളവർക്ക്, അതായത് ഡയബറ്റീസ് ഉള്ളവർക്ക് സാധാരണ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരിതാണ് ഇമ്പട്ടൻസി. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്ന 2 മെഡിസിൻ ഉണ്ട്. ഒന്ന് മോസ്കസ്, ഒന്ന് കുപ്രമേറ്റ്. മോസ്കസ് ലേഡീസിന് ഇതിനല്ല, നേരെ എതിരാണ്. കൂടുതൽ ഡിസേഴ്സ്, സെക്സ് ഡിസയറുള്ള ഓൾഡ് ലേഡീസിന് കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് മോസ്കസ്. ഞാൻ ഒരുപാട് കേസുകൾ ട്രീറ്റ് ചെയ്തെടുത്ത് വന്നപ്പം എന്ന് പറഞ്ഞതേ ഉള്ളൂ സാഹചര്യത്തിൽ. സ്റ്റാഫിസാക്രിയയ്ക്കും പോസ്ട്രസിനും ആസക്തി കൂടുതൽ കൊണ്ടുവരുന്ന ക്ഷമതയ്ക്ക് കൊടുക്കാവുന്ന 2 മരുന്നാണ് സ്റ്റാഫിസാക്രിയയും പോസ്ട്രസും. മൂത്രസംബന്ധമായ രോഗങ്ങളോട് കൂടി കണ്ടുവരുന്ന ക്ഷമത, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതായി വരുന്നു, ലൈംഗിക അവയവങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു, വൃഷങ്ങളുടെ ലിംഗവും ചുരുങ്ങുന്നു. അതായത് രണ്ടും ഒരുമാതിരി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തപ്പി നോക്കണം. ഒരുമാതിരി എന്നാ പറയുന്നത്, പഴന്തുണി പോലെ കിടക്കും, ഒരു ഉദാഹരണവും കാണുകയില്ല. അങ്ങനെയുള്ളപ്പോൾ കൊടുക്കാവുന്നത് സബാർസിലേറ്റ മദർ ടിഞ്ചർ കൊടുത്താൽ നല്ല എഫക്റ്റാണ്. അത് കൂടുതലും പ്രായമാകുന്നവരിൽ ഒരു 10-60 വയസ്സ് കഴിയുന്നവർക്ക് ഒരു തരത്തിലുള്ള, അഥവാ പാർട്ട്ണർ ഉത്സാഹിച്ചാൽ പോലും അതിൻ്റെ അകത്തൊരു താല്പര്യം വരികയില്ല. അതൊരുമാതിരി ചുരുങ്ങി ഉണങ്ങി കിടക്കുന്ന മാതിരി കിടക്കും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്ന ഒന്നാന്തരം ഒരു മരുന്നാണ് സബാർസിലേറ്റ. ഇനി അടുത്ത് ഹൈഡ്രോസീൻ, അതായത് വൃഷണ കോശവീക്കം എന്ന് പറയുന്നത്. ടെസ്റ്റിസ്, വൃഷണസഞ്ചിയിൽ നീർക്കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഹൈഡ്രോസീൻ. വീക്കം എന്ന് പറയുന്നത് ക്ഷതം, നീരിളക്കം, പൈലേറിയ തുടങ്ങിയവ ഇതിന് കാരണങ്ങളാണ്. അതായത് ക്ഷതം, പൈലേറിയ, ഇൻഫ്ലമേഷൻ. അതായത് സാധാരണ കൂടുതലും വരുന്നത് ഈ സ്കൂട്ടറിലൊക്കെ കൂടുതൽ പോയി, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഇത് കൂടുതൽ കാണാൻ, ഹൈഡ്രോസീൽ കാണാൻ കൂടുതൽ സാധ്യതയുണ്ട്. കുട്ടികളിൽ വരുന്നതാണെങ്കിൽ അംബ്രോട്ടാനാണ് മെഡിസിൻ, പൊട്ടൻസിയാണേ. സബാർസിലേറ്റ ഞാൻ പറഞ്ഞത് മദർ ടിഞ്ചറാണ്. ഇതിനു മുമ്പ് ഒന്ന് പറഞ്ഞായിരുന്നോ? മദർ ടിഞ്ചറാണെന്ന് പറഞ്ഞോ? ഇല്ല, ഇപ്പൊ പറഞ്ഞില്ല. നേരത്തെ 3x അല്ലേ ടിഞ്ചർ? അതെ, അത് തന്നെയാ, മദർ ടിഞ്ചറാണ് സബാർസിലേറ്റ കൊടുക്കേണ്ടി. ഇപ്പൊ പറഞ്ഞത് പൊട്ടൻസിയാണ്, അംബ്രോട്ടാൻ. പിന്നെ ഈ കട്ടറിൽ കൂടെ ഒക്കെ പോയിട്ട് വേദനയൊക്കെ ആയിട്ട് വന്നിട്ട് വരികയാണെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ക്ഷേമങ്ങളോ ചിലപ്പം വീഴുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ കൊടുക്കേണ്ടി ആർണിക്കാൻ.
ഭയങ്കരമായിട്ട് വലിപ്പം വെച്ച് വീങ്ങിയിരിക്കുകയാണെങ്കിൽ, ഒത്തിരി പഴക്കമുള്ളതാണെങ്കിൽ ആറമ്മറ്റിന് വേറൊരു ഇതുകൂടെ ഉണ്ട്, സിംറ്റം കൂടെ, സൂയിസൈഡ് ടെൻഡൻസിയും കൂടെ കാണും. എന്നെ കൊണ്ട് ഒന്നിനും കൊണ്ട് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ ലൈഫാകപ്പാടെ കുഴപ്പമായിപ്പോയി എന്നുള്ളൊരു തോന്നലൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓർമ്മറ്റ പൊട്ടൻസി ആണ്. കുട്ടികളിലാണ് വലത്തെ സൈഡാണ് കാണുന്നതെങ്കിൽ ഓറും സർക്കാർ. കുട്ടികളില് വലതുവശത്തെ ഇതിലാണ് കാണുന്നെങ്കിൽ, ടെസ്റ്റിസ് ആണ് കാണുന്നെങ്കിൽ ഓറും സൾഫർ പൊട്ടൻസി. പൊട്ടൻസി അല്ലെങ്കിൽ എല്ലാം പൊട്ടൻസി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സെന്റിസ്മൽ പൊട്ടൻസി 30 1 ഒരു ഡോസ് കൊടുത്ത് വീണ്ടും അത് കൊടുത്താൽ റിസൾട്ട് കൂടുതൽ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ജന്മന ചിലർക്ക് വരും, കുട്ടികൾക്ക് തന്നെ ജനിക്കുമ്പോഴേ. അങ്ങനെയാണെങ്കിൽ ബ്രയോണിയ ആൻബാണ് മെഡിസിൻ. വേറൊരു മെഡിസിന്, പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ് ഗ്രാഫൈറ്റിസ്. അതായത് 2 ടെസ്റ്റിസിനും ഭയങ്കരമായ കീറുന്നത് പോലെ, വരഞ്ഞു കീറുന്ന പോലെയുള്ള വേദന. അതിന്ന് ടെസ്റ്റിസിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇടത്തൊന്നും വലത്തോട്ടാണ്ട് ഒരു സൈഡിൽ നിന്നും വേറൊരു സൈഡിലോട്ടോ വേറെ അങ്ങോട്ടൊക്കെ ആ വേദന റേഡിയേറ്റ് ചെയ്താൽ വൺസാറ്റിലായ മെഡിസിൻ. അതുപോലെ തന്നെ സ്പീഡ് കൂടുതലൊന്നുണ്ടോ? ഇല്ല സാറേ. അതായത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ബ്രയോണിയ പറഞ്ഞു, അതുപോലെ ഇപ്പം പറയാണ് വേറൊരെണ്ണം കൂടെ ഉണ്ട്, റോഡോൺട്രോണും. ജന്മനാ ഉള്ള ചില പിള്ളേർക്ക് കൊച്ചിലെ തന്നെ ഇത് വലുതായി കാണും. എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു അയൽവക്കത്തുള്ള ഒരു ബന്ധുവിൻ്റെ പയ്യന് ചെറുപ്പത്തിലെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. അത് റോഡോൺട്രോൺ കൊടുത്തപ്പോൾ ആണ് മാറിയത്. ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് മാറി റോഡോൺട്രോൺ കൊണ്ട് തന്നെയാണ്. ജനനേന്ദ്രിയത്തിൽ വേദനയും പുകച്ചിലോടുകൂടി വീക്കവും രാത്രിയിൽ കിടക്കുമ്പോൾ നൈറ്റ് അഗ്രവേഷനാണ് സൈനീഷ്യ. ഹിസ്റ്ററി ഓഫ് ഇഞ്ചറിയും വളരെ കട്ടിയായിട്ടും വേദനയോട് കൂടിയാണെങ്കിൽ കൊണയമ്മേക്കാം. അപ്പം നമുക്ക് ഒരു കണ്ടീഷനിലല്ല, പലപ്പോഴും ഒരു മെഡിസിൻ തന്നെ പല കണ്ടീഷനിലും വരാം. അത് അവരുടെ ഫിസിക്കൽ, മെന്റൽ, എമോഷണൽ അവിടെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കേസുകളിലും എപ്പോഴേലും നമ്മൾ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുത്തിട്ട്, ഔഷധം കൊടുത്തിട്ട് അതിന് റിസൾട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ പഠിക്കാതെ വന്നാൽ കൊടുക്കാവുന്ന മെഡിസിൻ സൾഫറാണ്. സൾഫർ കൊടുത്തിട്ട് വീണ്ടും ആ മെഡിസിൻ കൊടുത്താൽ വളരെയധികം നമുക്ക് ഫലം കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ, അതായത് ഹൈഡ്രോസിലിന് കൊടുക്കാവുന്ന ബയോകെമിക് മെഡിസിൻ, കാൽക്കേറിയ ഫ്ലോർ, ഞാൻ 6X ടോൾബ്ലക്സ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ടോൾബ്ലക്സ്. ചിലപ്പോൾ കിട്ടാൻ പാടാം ടോൾബ്ലക്സ് ഒക്കെ, എല്ലാ കടകളിലും കിട്ടിയത്. ഇനി അടുത്ത കണ്ടീഷൻ അസോസ്പെർമിയ ഓർ ഒളിഗോസ്പെർമിയ. ശുക്ലത്തിൽ ബീജങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് അസോസ്പെർമിയ എന്ന് പറയുന്നത്. ബീജങ്ങൾ ഭാഗികമായി കാണുന്നതിനെയാണ് ഒളിഗോസ്പെർമിയ എന്ന് പറയുന്നത്. അത് ലൈംഗിക ബലഹീനത അനുഭവപ്പെടുകയും ശുക്ലത്തിൽ പൂർണ്ണമായും ഭാഗികമായും ബീജങ്ങൾ കുറഞ്ഞു കാണുന്നതിന് ഡാമിയാന തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ. ഡാമിയാന നല്ലൊരു മെഡിസിനാണ്. ഇത് രണ്ടിനും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കൂടുതലും
ഒളിഗോസ്പെർമിയയിലാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അപൂർവം ചില കേസുകളിൽ ആസോസ്പെർമിയയ്ക്കും കിട്ടിയിട്ടുണ്ട്. അത് സപ്രഷൻ, ലൈംഗിക സപ്രഷൻ അല്ലെങ്കിൽ ഇല്ലാതെ വരികയാണെങ്കിൽ, ശുക്ലത്തിൽ ബീജങ്ങൾ ഇല്ലാതെ വരികയാണെങ്കിൽ ജിനിയം സപ്പാണ് മെഡിസിൻ. ജിനിയം സപ്പ് കുറച്ച് കാണുകയോ കുറച്ച് കുറഞ്ഞിരിക്കുകയോ, അതായത് കൗണ്ട് കുറയുകയോ, ചലനശേഷി അതായത് മോട്ടിലിറ്റി കുറയുകയാണെങ്കിൽ ട്രിബിഡസ് മദർ ടിഞ്ചറാണ് കൊടുക്കേണ്ടത്. ട്രിബിഡസ് മദർ ടിഞ്ചറിന് ഒരു നല്ല എഫക്റ്റാണ് കണ്ടിട്ടുള്ളത്. അതായത് ഒട്ടും ഈ ഒട്ടുമില്ലാത്ത, ഇത് രണ്ടിനും കൊടുക്കാം. ഒളിഗോസ്പെർമിയയിലും ആസോസ്പെർമിയയിലും 2 കണ്ടീഷനും കൊണ്ടാവുന്നതാണ് ട്രിബിഡസ്. പിന്നെ അതിനും മോട്ടിലിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ 15 തുള്ളി കൊടുക്കണേ. 15 ഡ്രോപ്സാ 3 to 4 ടൈംസ്, 3-4 പ്രാവശ്യം. ലൈംഗിക ബലഹീനതയോടുകൂടി ശുക്ലത്തിൽ ബീജങ്ങൾ കാണുന്നില്ല. സ്ത്രീയെ കാണുമ്പോഴേക്കും ഒന്ന് തൊടുകയോ ചെയ്താൽ ഉടനെ തന്നെ സ്കലനം ഉണ്ടാകുകയാണെങ്കിൽ കൊണയമ്മക്കാണ് മെഡിസിൻ. തൊട്ടാൽ മതി, സംഗതി ഔട്ടാണ്. അതിന് കൊണയമ്മക്കാം. പക്ഷെ ഇതൊക്കെ ഉള്ളതാണ്. ചുമ്മാ നമ്മൾ വിചാരിച്ച് ഇങ്ങനെയൊക്കെ കേസുകളുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഒരുപാട് കേസുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള ആസക്തി, പക്ഷേ ബീജങ്ങൾ കാണുന്നില്ല. ടെസ്റ്റിസിന് വീക്കം കാണുന്നു. സ്ട്രിച്ചിനമാണ് മെഡിസിൻ, പൊട്ടൻസ്യ. അടുത്തൊരു കണ്ടീഷൻ, ഞാൻ ഒരിക്കലേ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു ആളെ സ്ട്രെച്ചറായിട്ട് എടുത്തോണ്ട് വന്നു. അയാൾക്ക് നടുവിന് വേദന സഹിക്കാൻ വേണം. എനിക്ക് പേടിയായി എൻ്റെ കാര്യം, പേഷ്യൻ്റെ കാര്യം പറയുമ്പം പേടി. കാലിക്കാർബ് കൊണ്ടാണ് പറഞ്ഞത്. കാലിക്കാർബ് നല്ലൊരു മെഡിസിൻ. അല്ലാതെ വേറൊരു മെഡിസിൻ ഉണ്ട്, കനാബിസ് ഇൻഡിക്ക. ഇത് രണ്ടിനും ഉണ്ട്. കാലിക്കാർബിനും കനാബിസ് ഇൻഡിക്കയ്ക്കും നല്ല 2 മെഡിസിനാണ്. ബൈക്കേക്ക് ആഫ്റ്റർ പോയിഷൻ. ഇതൊക്കെ വളരെ നമുക്കല്ലാതെ, ഹോമിയോപ്പതിയിലല്ലാതെ, ഇതൊന്നും അലോപ്പതി മെഡിസിനോ വേറൊരു സിസ്റ്റത്തിനോ ഒരു കാരണവശാലും ഇതുപോലെയുള്ള റിസൾട്ട് കിട്ടുകയില്ല. ഒരു കാലത്തും അവർക്ക് ഇത്ര ഒരു നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ മെഡിസിനോടും ഈ ലൗകികം, ആണിനാണേലും പെണ്ണിനാണേലും ലൗകികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നിനോടും പറ്റിയ പല ഡോക്ടർമാരും സെക്സോളജിസ്റ്റിൻ്റെയും സ്പെഷ്യലിസ്റ്റിൻ്റെയും ഒക്കെ അടുത്ത് പോയിട്ട് ഒരു കുറവും കാണാതെ എന്നാൽ അവസാനം ഹോമിയോപ്പതി അല്ലേ ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ചു വരുമ്പം നമ്മുടെ മെഡിസിൻ മാത്രം ചിലപ്പോൾ പോരാ. ചിലപ്പോൾ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയൊക്കെ വേണ്ടി വന്നേക്കാം. രണ്ടും കൂടെ ആണെങ്കിൽ ഒന്നിൻ്റെ കൂടെ തള്ളുമെന്ന് പറഞ്ഞ മാതിരി വേഗം റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ചുമ്മാ പറഞ്ഞല്ല, നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. പിന്നെ ചൊറിച്ചിൽ, അതൊരു വലിയ പ്രശ്നമാണ്. വേദന പിന്നെ സഹിക്കാൻ, ചൊറിച്ചിൽ ഒരു തരത്തിലും സഹിക്കാൻ പറ്റില്ല. ചൊറിച്ചിൽ തന്നെയുള്ള ഒരു കുഴപ്പം, ആര് നിന്നാലും അറിയാതെ ചൊറിഞ്ഞു. വൃഷണസഞ്ചിയിൽ ലവ്യാസക്തി കൂടുന്ന ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അംബ്രാഗ്രേസിയാണ് മെഡിസിൻ. ഭയങ്കര ചൊറിച്ചിലായിരിക്കും. എപ്പോഴും ആര് നിന്നാലും എപ്പോഴും കൈ ഇങ്ങനെ കവയ്ക്കടയിൽ ആയിരിക്കും, ചൊറിഞ്ഞുകൊണ്ടിരിക്കും ആര് നിന്നാലും. അതാണ് അംബ്രാഗ്രേഷ്യയുടെ ലവ്യാസക്തി കൂടുകയും ചെയ്യും.
അതിൻ്റെ കൂട്ടത്തിൽ കുരുക്കളൂടുണ്ടെങ്കിൽ, ചൊറിച്ചിലും കുരുക്കളൂടാണെങ്കിൽ ക്രോട്ടൻഡിക്രിനമാണ് മെഡിസിൻ. ഇതെല്ലാം പൊട്ടൻസിയാണ്. ഈ ലിംഗാഗ്രഹത്തിൽ കാണുന്ന ചൊറിച്ചിലാണെങ്കിൽ, ചുവന്ന തടിപ്പും കാണുകയാണെങ്കിൽ കലേഡിയമാണ് മെഡിസിൻ. കലേഡിയം. ഇതൊന്നും കൊടുത്തിട്ട് കുറയുന്നില്ലെങ്കിൽ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് സിനാബറീസ്. രാത്രിയിലാണ് ചൊറിച്ചിൽ കൂടുതലെങ്കിൽ റെസ്റ്റോക്സ് ആണ് മെഡിസിൻ. റെസ്റ്റോക്സ്, നൈറ്റ് അഗ്രവേഷൻ. ചൊറിച്ചിലും വീക്കും ലിംഗാഗ്രഹത്തിലാണെങ്കിൽ വയോള ട്രൈക്കളർ ആണ് അതിൻ്റെ മെഡിസിൻ. സ്പീഡ് കൂടുന്നുണ്ടോ ഡോക്ടറെ? ഒരു ശകലം കൂടുതലുണ്ട് സർ. എങ്കിൽ ഇച്ചിരി കുറയ്ക്കാം. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നു. അറിയാതെ ഈ നമ്മൾ സ്കൂട്ടർ മോട്ടോർ സൈക്കിളൊക്കെ ഓടിക്കുമ്പം നല്ല റോഡ് കാണുമ്പം അറിയാതെ സ്പീഡ് കൂടുന്നെന്ന് പറഞ്ഞുകൊണ്ട് കൂടിപ്പോന്നു. നേരം പറയണം, കുറയ്ക്കാൻ പറയണം. ഗിയർ അന്നേരം അറിയാതെ അങ്ങ് ചേഞ്ചായിപ്പോ. ലൈംഗിക ശക്തി, അതായത് പ്രീമച്വർ എജാക്കുലേഷനെ കുറിച്ച്, അതായത് ശീഘ്രസ്ഖലനത്തെ കുറിച്ച് പറയുന്നത്. ഇത് ഒരുപാടുണ്ട്. അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ കൂടുതലാണ്. ലൈംഗിക ശക്തി കുറഞ്ഞു വരുന്നു. വളരെ നേരത്തെയുള്ള സ്ഖലനം, സംഭോഗ സമയത്ത് അയഞ്ഞു കിടക്കണം. അതായത് ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഈ ഫോസ്ഫോറിക് ആസിഡാണ് അതിന് മെഡിസിൻ. ആസിഡ് ഫോസ്. അത് 2 തരത്തിലുണ്ട്. അത് ഈ ഇതിനും വരാം, മാസ്റ്റർബേഷനും വരാം. ഇതിനും കൊള്ളാവുന്ന ഒരു മരുന്നാണ് ആസിഡ് ഫോസ്. പ്രീമച്വർ എജാക്കുലേഷൻ. മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. മെയിൻ മദർ ടിഞ്ചറാണ്. പക്ഷേ മദർ ടിഞ്ചർ കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ ഞാൻ പൊട്ടൻസി ഉപയോഗിക്കാറുണ്ട്, മദർ ടിഞ്ചർ ഉപയോഗിക്കാറുണ്ട്. രണ്ടും ഉപയോഗിക്കാറുണ്ട്. വേറൊരു പ്രത്യേക ഔഷധമാണ് സെലിനിയം. ഭയങ്കര ആസക്തി കൂടുതലാണ്. എന്നാൽ ആസക്തി കൂടുതലാണെങ്കിലും അതിനുള്ള കഴിവ് കുറവാണ്. കുറഞ്ഞു വരും. അത് സ്ഖലനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. ഉടനെ അങ്ങ് കിടക്കണമെന്ന് തോന്നുന്നു. അതായത് സ്ത്രീകളുടെ ശരീരത്ത് തൊട്ടാൽ മതി, അല്ലെ സ്ത്രീകൾ തൊട്ടാൽ മതി, ഉടനെ സ്ഖലനം ഉണ്ടാകുകയാണെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന സൽപ്പറ. പറഞ്ഞ കൂട്ടത്തിൽ പറയാണ്, ഒരു കേസില് സ്ത്രീകളെ വഴിവെച്ച് നല്ല സുന്ദരികളെയൊക്കെ നോക്കിയാൽ മതി, അതൊക്കെ സ്ഖലനം സംഭവിക്കും. ഞാനത് നാക്സോമിക്ക വരച്ച് ഒരുപാട് കേസ് വരച്ചിട്ടുണ്ട്. ഊരക്കൂടെ പോന്ന കണ്ടാൽ മതി, സ്ഖലനം സംഭവിക്കും. അതിന് നാക്സോമിക്കാണ് മരുന്ന്. വർദ്ധിച്ച ലൈംഗികാസക്തി, സംഭോഗത്തിന് ശേഷം വർദ്ധിച്ച ക്ഷീണവും വെറി പിടിപ്പിക്കുന്നത് പോലെ തോന്നുകയും പെട്ടെന്ന് ശീഘ്രസ്ഖലനം, കാർക്കേറിയ പാടും. ഭയങ്കര ആസക്തിയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ശീഘ്രസ്ഖലനം നടക്കുകയും ഭയങ്കരമായ ക്ഷീണം അത് കഴിഞ്ഞ് ചിലപ്പോൾ അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോലും പോകും. വിരക്തി, അതായത് സ്ഖലനം ഉണ്ടാകാതിരിക്കുക. എത്ര സംഭോഗം ചെയ്ത സമയത്ത് എത്ര കഴിഞ്ഞാലും ഒരു വിരക്തിയും സ്ഖലനം ഉണ്ടാകാതിരിക്കുകയാണെങ്കിലും കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഗ്രാഫൈറ്റിസ്. ഇതൊക്കെ ഉള്ളതാ കേട്ടോ, അല്ലാതെ വെറും പുസ്തകത്തിൽ എഴുതിയത് വായിക്കയില്ല. സംഗതി ഇതൊക്കെ ഉള്ളതാണ്. ഇനി വിരക്തി, അവേർഷൻ.
അവേർഷൻ ടു സെക്സ്, അതിന് കൊടുക്കാവുന്ന റാപ്പൈറ്റിസ് ആണിനും പെണ്ണിനും പറ്റും കേട്ടോ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു വിരക്തി വന്നാൽ, ഇതിനോടൊരു സെക്സിനോട് അവർഷം വന്നാൽ കൊടുക്കാവുന്ന ഒന്നാം തരം മെഡിസിനാണ് റാപ്പൈറ്റിസ്. ഇനി ബ്ലഡ് ആൻഡ് പസ് ഇൻ സെമൻ. ഫസ്റ്റ് മെഡിസിൻ മെഡോർണം. മെഡോർണം ഞാൻ സാധാരണ അത് 1 mm 10 mm ഒക്കെ കൊടുക്കും. അങ്ങനെയുള്ള കേസിൽ ആദ്യം 1 mm 10 mm കൊടുത്തിട്ടാണ് വേറെ മെഡിസിൻ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കൊടുക്കും. വളരെ എഫക്റ്റീവാണ്. രക്തവും പഴുപ്പും ശുക്ലത്തിൽ കണ്ടാൽ കൊടുക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഔഷധമാണ് ഫോസ്ഫോറിക് ആസിഡ് ഫോസം. വെളുത്ത പഴുപ്പാണ് എങ്കിൽ കുപ്രം ആൽസിനേറ്റം, കട്ടിയുള്ളതാണ് മഞ്ഞ നിറമാണെങ്കിൽ പൾസാറ്റിനാണ്. ഫോസ്ഫോറിക് ആസിഡ് മദർ ടിഞ്ചറും കൊടുക്കും, പൊട്ടൻസിയും കൊടുക്കും കേട്ടോ, പറയാൻ മറന്നു. കുപ്രമാഴ്സ് ആണോ സാർ പറഞ്ഞത്? കുപ്രം ആൾസ്, വെളുത്ത പഴുപ്പിന് കുപ്രം ആൽസിനേറ്റം, കട്ടിയുള്ളതാണെങ്കിൽ പൾസാറ്റിനാണ്. മഞ്ഞ നിറമായിരിക്കും, മഞ്ഞ നിറം. ചിലപ്പം പച്ച നിറത്തിലും വരാം. ഈ ആസക്തി, സെക്സ്വൽ ഡിസയർ ഇൻക്രീസ്ഡ്. അതായത് ചൊറിയുമ്പോൾ ജനനേന്ദ്രിയത്തിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അപ്പോൾ ഉറക്കത്തിൽ സ്കലനം നടക്കും. അനാക്കാർഡിയം. ഏതാ സാറേ? അനാക്കാർഡിയം. ചൊറിയുമ്പോൾ നല്ല സുഖമാണ് ജനനേന്ദ്രിയത്തിൽ, ഉറക്കത്തിൽ സ്കലനം സംഭവിക്കും. അതിൻ്റെ മെഡിസിൻ അനാക്കാർഡിയം. വർദ്ധിച്ച ലൈംഗികാസക്തിക്ക് നൽകാവുന്ന വേറൊരു പ്രത്യേക ഔഷധമാണ് അസ്റ്റീരിയ റൂബൻസ്. അസ്റ്റീരിയ റൂബൻസ് ഇത് ഞാൻ ഈ ഇതുള്ളവർക്കും പിള്ളേർക്ക് ആൺപിള്ളേർക്ക് മുഖത്ത് തുരുക്കളൊക്കെ വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക മരുന്നാണ് അസ്റ്റീരിയ റൂബൻസ്. അത് ഇതുകൂടെ ഉണ്ടെങ്കിൽ പക്കായ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. പിന്നെ വർദ്ധിച്ച ലൈംഗികാസക്തി, ഭയങ്കര വേദന ലിംഗത്തിന്, തുടരെ മൂത്രം ഒഴിക്കണമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ കാന്താരിസിന് 2 ഗുണമുണ്ട്. ഇല്ലാത്തവർക്കും കൊടുക്കാം, കൂടുതൽ ആസക്തിയുള്ളവർക്കും കൊടുക്കാവുന്ന ഒരു മരുന്നാണ് കാന്താരിസ്. ഇത് പറഞ്ഞു തന്നത് കോട്ടയത്ത് പഠിച്ചവർക്കറിയാം, പാണ്ഡ്യൻ സാറ് പറഞ്ഞു തന്ന മെഡിസിനാണ്. RS പാണ്ഡ്യൻ, വിഷ്ണുകുമാർ നല്ലൊരു ഡോക്ടറായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വർദ്ധിച്ച ഭോഗാസക്തി, ഭാര്യയെ കൊണ്ട് മാത്രം സംതൃപ്തി ഇല്ല, മറ്റു സ്ത്രീകളെ പ്രാപിക്കുന്നു. സ്വന്തം മക്കളോടും വളരെ അടുത്തവരോടും വിരക്തി. അതായത് പെണ്ണുങ്ങൾക്ക് സെപ്യ പോലെ തന്നെ ആണുങ്ങൾക്ക് കൊടുക്കാവുന്ന വേറൊരു മെഡിസിനാണ് ഫ്ലോറിക് ആസിഡ്. അതായത് ഇപ്പം ഒരു ഡ്രൈവർ അയാൾ ടൂറിസ്റ്റ് വണ്ടി ഓടിക്കുന്നു, നമുക്ക് കണ്ടക്കൊള്ളാവുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അയാൾ വണ്ടിയോടെടുത്തിട്ടേച്ച് അവർ പോകുന്ന പുറകെ വരെ വീട്ടിനകത്ത് കയറി വീട്ടിൻ്റെ അവിടം വരെ പോകും. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അവസാനം ഭാര്യ ഇതറിഞ്ഞ് ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി, ഡൈവേഴ്സായി. അവസാനം പലയിടത്ത് പോയിട്ട് ഇത് കുറയുന്നില്ല. ഞാൻ ഫ്ലോറിക് ആസിഡ് കൊടുത്തു, കംപ്ലീറ്റ് മാറി. അയാൾ ആ നടത്തൊക്കെ പറഞ്ഞു. പിന്നെ അവർക്ക് വേറൊരു സോക്കേടുണ്ട്, സ്വന്തം ഭാര്യ വേണ്ട, വേറെ ഉള്ളവരെ മതി. പിന്നെ അതുപോലെ ഭാര്യയുടെ കൂട്ടുകാരോ സ്വന്തക്കാരൊക്കെ വന്ന അവരെ പോയിട്ടൊന്ന് തൊട്ടുരുമി നടക്കുക. അതായത് ഒരു ഞരമ്പ് രോഗി എന്ന് വേണേൽ പറയാം. അവർക്ക് കൊടുക്കാവുന്ന നമ്പർ 1 മെഡിസിനാണ് ഫ്ലോറിക് ആസിഡ്. അത് കുടിച്ചിട്ട് വന്നിട്ട്
ഭയങ്കരമായിട്ടുള്ള ആസക്തി ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന മെഡിസിനാണ് നക്സോമിക്ക. പിന്നെ ഞാൻ വേറെ ഒന്നുകൂടെ പറഞ്ഞു, നക്സോമിക്കയുടെ ഒരു സിംറ്റം ദൂരെ നിന്ന് കണ്ടാലും മതി, ഒന്നാലേ എമിഷൻ ഉണ്ടാവും. വർദ്ധിച്ച ഡൈആസക്തി ഉണ്ടാകുന്ന വേറൊരു പ്രത്യേകമാണ് പിക്രിക് ആസിഡ്. പിന്നെ ഇത് കൂടുന്നുണ്ടോ? ഇല്ല സാറേ, ഇല്ല. പിക്രിക് ആസിഡ് അത് ഹൈപ്പർടെൻസീസാണ് കൊടുക്കുന്നത് കേട്ടോ. ഹയർ വണ്ണമൊക്കെയാണ്. 1 10 ഒക്കെ കൊടുക്കും ഇടയ്ക്ക്. എന്നിട്ട് അത് പറ്റാതെ വന്നാൽ എല്ലാം പൊട്ടൻസി കൊടുക്കും. പിന്നെ എല്ലാവർക്കും ഉള്ള വേറൊരു കംപ്ലൈൻ്റ് ആണ് അരിമ്പാറ, വാട്സ് ഇൻ ദി ജനറേറ്റഡ് ഓർഗൻ. അത് ചിമാബിലാണ്, പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. ചിമാബില ജനറേറ്റഡ് ഓർഗൻസിൻ്റെ മെയിനിൽ അരിമ്പാറ വന്നാൽ, വാട്സ് വന്നാൽ കൊടുക്കുന്ന ചിമാബില. പിന്നെ ദുർഗന്ധമുള്ള അരിമ്പാറകളാണ് വന്നത് മുൻകാഗ്രഹത്തിലാവുന്നെങ്കിൽ, വ്രണങ്ങളോടുകൂടി വരികയാണെങ്കിൽ കപ്പാർസം. പിന്നെ ഇത് രണ്ടുമാണ്. ഇടയ്ക്ക് നൈട്രിക് ആസിഡ് വരാറുണ്ട്. അങ്ങനെ പല മെഡിസിൻ വരാം, പക്ഷെ പ്രധാനം ഇത് രണ്ടുമാണ്. ഇനി അൾസർ, ലിംഗാഗ്രഹത്തിൽ അൾസർ വരികയാണെങ്കിൽ, വ്രണങ്ങൾ കാണുകയാണെങ്കിൽ, പുറത്തായി കാണുകയാണെങ്കിൽ കപ്പാർസപ്പാണ് മെയിൻ മെഡിസിൻ. ഭയങ്കര വേദനയോട് കൂടിയാണ് വല്ല കോലും വിറവും ഒക്കെ ആയിട്ട് കുത്തുന്നോട്ട് തോന്നുകയാണെങ്കിൽ നൈട്രിക് ആസിഡാണ്. ഒരുപാട് കേസുകൾ നൈട്രിക് ആസിഡ് കൊണ്ട് ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ, എണ്ണോ പ്രതി. പിന്നെ വേറൊരു മെഡിസിൻ ഞാൻ മുമ്പേ അരിമ്പാറ പറയാൻ മറന്നു പോയത്, സിനാബറീസ് മെഡിസിൻ കൊണ്ട് ഒരുപാട് അരിമ്പാറ പോയിട്ടുണ്ട്. ഏതാ സാറേ? സിനാബറീസ്. ഇടയ്ക്കൊക്കെ മറന്നു വന്ന കേട്ടോ, പുസ്തകത്തിൽ ഉള്ളത് തന്നെയല്ല പറയുന്നത്, എക്സ്പീരിയൻസിലുള്ളതും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മറന്നു മറവി. അത് അരിമ്പാറയ്ക്കാണല്ലേ? അതെ, അരിമ്പാറയ്ക്ക് ഉള്ളിലുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വയ്ക്കുകയില്ല. അതാ വേറൊരു കുഴപ്പം. ഓർക്കൈറ്റിസ്, വൃഷണവീക്കം. വൃഷണത്തിനുണ്ടാകുന്ന ക്ഷതം, മുറിവ്, മന്ദരോഗം, ക്ഷയ, മുണ്ടിനീര്, സാംക്രമിക രോഗാണുക്കളുടെ ആക്രമണം തുടങ്ങിയ കാരണങ്ങളാൽ വൃഷണവീക്കം ഉണ്ടാകുന്നു. വൃഷണങ്ങൾക്ക് നീരും വേദനയും ഉണ്ടാകുന്നു. മാത്രമല്ല വന്ധ്യതയ്ക്കും ഇത് കാരണമായി തീരുന്നു. ഉദാഹരണം, മുണ്ടിനീരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വന്ധ്യത വരാറുണ്ട്. പല ഇതുകൊണ്ടും വരും. പിന്നെ ക്ഷതം, അങ്ങനെയുള്ള പല സാംക്രമിക രോഗങ്ങൾ കൊണ്ടും ഇപ്പം വരാം. തണുത്ത വരണ്ട കാറ്റോടു കൂടി ഉണ്ടാണെങ്കിൽ, അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് മെഡിസിൻ അക്കണൈറ്റ്. പേടി കാണും, ഭയങ്കര പേടിയായിരിക്കും. പിന്നെ അതുപോലെ പെട്ടെന്ന് മരുന്ന് കഴിച്ചിട്ട് ചത്തുപോകുന്നുള്ള തോന്നൽ, ഒക്കെ അക്കണൈറ്റിൻ്റെ പേടിപ്പെട്ടതാണ്. മരത്തെ പ്രശ്നത്തിനായി വീക്കവും വേദനയും ഉണ്ടെങ്കിൽ ആർജിനൻ നൈട്രിക് മെഡിസിൻ. ഇഞ്ചുറി കൊണ്ടാണെങ്കിൽ അത് എല്ലാവർക്കും അറിയാവുന്ന, ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ ഓർക്കാൻ വേണ്ടി. മുണ്ടുനീര് വന്നിട്ടുണ്ടാകുന്നതാണെങ്കിൽ മെഡിസിൻ പൾസാറ്റിലാണ്. അതുപോലെ തന്നെ പരോട്ടിഡിനും നല്ലൊരു മെഡിസിനാണ്. മുണ്ടുനീര് വന്നതിന് ശേഷം സാധാരണ കൊടുക്കുന്ന പരോട്ടിനും ഒരു 200 1 കൊടുത്തിട്ട് പൾസാറ്റ് ക്ലാസ്സുകളോ ഇത്ര കൊടുക്കുന്നു, തീർത്തും ശരിയായിരിക്കും. വൃഷണത്തിൽ വേദനയും വീക്കവും കല്ലിപ്പും കാണുന്നു. സ്പർശിക്കുമ്പോൾ വേദന വർദ്ധിക്കുന്നു. വളരെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. കൊള്ളാൻ സമ്മതിക്കാതെ വളരെ പഴകിയ
കേസുകളിലും ഇത് വളരെ പ്രയോജനമാണ്. ഏതാ റോഡോഡൻഡ്രോൺ. പിന്നെ ഞെക്കിഞ്ഞെടുക്കുന്നതിന് പോലെയുള്ള വേദന, മരിക്കുന്നതിന് വേദന, വേദന തുടയിലേക്കും വയറിലേക്കും നീങ്ങുന്നു. ഇടിവെട്ടുമ്പോൾ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. അതായത് മഴക്കാലത്ത് ഇടിയും മിന്നലും ഒക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ വേദന. ഇത് വന്നിട്ടുള്ളവരാണ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അൺബിയറബിൾ പെയിനാണ് ഇതിൻ്റെ റോഡോഡൻഡ്രോണിൻ്റെ. ഒരു തരത്തിലും സഹിക്കാൻ നേരം കരഞ്ഞു പോകും, കിടന്ന് ചാടും, അത്രയ്ക്ക് വേദന. വളരെ പഴയതാണെങ്കിൽ വേദന അനുഭവപ്പെട്ടിട്ട് ഒരുമാതിരി ഡിപ്രഷനും ഒക്കെ ഉണ്ടെങ്കിൽ, സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെങ്കിൽ RMET മെഡിസിൻ. കൊണോറിയായും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ഒക്കെ വന്നിട്ട് ചികിത്സിക്കാതിരുന്ന് കൊണ്ടു നടന്നിട്ട് ഇത് വരികയാണെങ്കിൽ പ്ലീമാറ്റിസ് ആ മെഡിസിൻ. പ്ലീമാറ്റിസ് കൊണ്ടു നടക്കും, ആരോടും പറയല. അങ്ങനെ ഇതൊക്കെ പറയുന്നെന്ന് വിചാരിച്ചു നാണം കൊണ്ട് ഉണ്ടാകണം, കൊണ്ടു നടക്കും. വളരെ ക്രോണിക് ആയിട്ടുള്ള കേസിന് വേറെ ഔഷധവും ഫലിക്കാതെ വന്നാൽ നീരും വേദനയും ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന മറ്റൊരു ഔഷധമാണ് സ്പോഞ്ചിയ ടോസ്റ്റ. അത് ഞെക്കിപ്പിടിക്കുന്ന പോലെയുള്ള വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ബാപ്റ്റീഷ്യ വേറൊരു നല്ല മെഡിസിനാണ്. പിന്നെ വേറൊന്ന് ചതവ്. അതായത് ടെസ്റ്റിസ് കട്ടി കൂടിയതും വലുതായിട്ടും കാണുകയാണെങ്കിൽ കൊണയം മേക്കാം. ഇത് ഒരുപാട് പേർക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. സിഫിലിസിനോട് കൂടി വരുന്ന ആണെങ്കിൽ മെർക്ബിൻ അയഡൈനാണ്. സിഫിലിസിനോട് കൂടി വരുന്നതാണെങ്കിൽ ഞാനത് സിഫിലിനും ഒരു 1 ഡോസ് കൊടുത്തതിന് മെർക്ബിൻ അയഡൈഡ് കൊടുക്കാറുണ്ട്. വൃഷണത്തിന് കല്ലിപ്പ് അനുഭവപ്പെടുന്ന പ്രോസ്റ്റേറ്റ് വലുതാകും. കല്ലിപ്പ് അനുഭവപ്പെടുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ കല്ല് പോലെ കിടക്കാം. വലുതാകുകയും മൂത്രസഞ്ചിയുടെ കഴുത്തിൽ പുകച്ചിലും വേദന അനുഭവപ്പെടുകയാണെങ്കിൽ പൂജയുടെ സിംറ്റം അറിയാമല്ലോ, ഒരു ആന്റിസൈക്കോട്ടിക് റെമഡിയാണ്. വളരെ എഫക്റ്റീവാണ്. ഇങ്ങനെയുള്ള വീക്കത്തിനും ഇതിനും ഒക്കെ വളരെയധികം എഫക്റ്റീവ് മെഡിസിനാണ്. അതിന് 0.3 ആണോ നല്ലത് ആ സാർ? ഞാൻ കൊടുത്തത് 0.3. അതുകൊണ്ട് എഫക്റ്റ് ഇല്ലാന്ന് കാണുകയാണെങ്കിൽ ഇടയ്ക്കൊരു സെന്റിസ്മെന്റ് പൊട്ടൻസി 200 1 കൊടുക്കും. അതിനും കൂടുതൽ എഫക്റ്റ് കാണാറുണ്ട്. ഇനി വരാവുന്ന വേറൊന്നാണ് അർബുദം അല്ലെങ്കിൽ ക്യാൻസർ. അത് ലിംഗത്തിലും വരാം. പ്രധാനപ്പെട്ട മെഡിസിൻ കൊണയം മേക്കാം. ടെസ്റ്റിസ് വരികയാണെങ്കിൽ സ്പോഞ്ചിയ. വേറൊരു മെഡിസിൻ കാർബോ അനിമലീസ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ കൊടുക്കാവുന്ന ക്രോട്ടാഡസ് കോറിഡോസ്. ഇതൊക്കെ പൊട്ടൻസി ആണ്. കാർബോ അനിമാലിസ് ഏതിനാണ് സാറ്? കാർബോ അനിമലീസ് ഇത് വൃഷ്ണസഞ്ചിയിൽ കാണുന്ന അർബുദം. പ്രോസ്റ്റേറ്റ് വരുന്നതിനാണ് ക്രോട്ടാഡസ് പറയുന്നത്. പ്രോസ്റ്റേറ്റ് ഇങ്ങനെ വന്ന് PSA ഒക്കെ കൂടി ക്യാൻസർ ആകുകയാണെങ്കിൽ അങ്ങനെയുള്ളത് കൊടുക്കാവുന്ന മെഡിസിൻ കാഡ്മിയം പോസ്. അത് ലോവർ പൊട്ടൻസി ആണ്, 3x കൊടുക്കുന്നത്. സിസ്റ്റസ്കാൻ പൊട്ടൻസി കൊടുക്കും. കാഡ്മിയം പോസ് അത് കൊടുക്കുന്നത്. സിസ്റ്റസ്കാൻ പൊട്ടൻസി. പിന്നെ കൊയാൻസ് നാൻ എന്ന് പറയുന്ന ഒരു മദർ ടിഞ്ചറുണ്ട്. കൊയാൻ നാൻ സ്പെല്ലിംഗ് എന്നോട് ഇപ്പം ചോദിച്ചാൽ അറിയത്തില്ല, ഞാൻ നോക്കി വെച്ചിരുന്ന. പക്ഷേ എൻ്റെ
ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ മോറിക്കെങ്ങാണ്ട് എടുത്ത് അടുക്കി വെച്ചവരുടെ കൂട്ടത്തിൽ പോയി തപ്പിട്ട് കിട്ടിയില്ല. എന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് സാധാരണ എഴുതി വെക്കാറുണ്ട്. ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന മരുന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വയാങ്നാനൊക്കെ ഉണ്ട്. ടിഞ്ചർ ആ ടിഞ്ചർ ടിഞ്ചറാ. സിസ്റ്റർ സ്കാനും മറ്റു രണ്ടും 3x ആണ്. അല്ല, കാഡ്മിയം പോസ് 3x സിസ്റ്റർ സ്കാൻ ഞാൻ 0/3 എഫക്റ്റ് കിട്ടിയില്ലെങ്കിൽ 30-200 ഒരു ഡോസ് എന്നിട്ട് വീണ്ടും കൊടുക്കും. അതിന് റിസൾട്ടുകൾ കിട്ടാറുണ്ട്. ആർക്കെങ്കിലും എന്നേലും ചോദ്യം ചോദിക്കാനോ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഒരുങ്ങിയിരുന്നോണം കേട്ടോ. പറഞ്ഞതേ ഉള്ളൂ. ഇനി 20 മിനിറ്റ് ഉണ്ട്. 10-15 മിനിറ്റ് കൂടെ എടുക്കും. അന്നേരം ബാക്കിയുള്ളവർക്ക് 20 ഇല്ല ചോദിക്കാൻ. സാറേ, 20 ഇല്ല, ഇനി 10 മിനിറ്റേ ഉള്ളൂ. ഉള്ളോ? അന്നേരം 5 മിനിറ്റ് കൂടെ തീരുമെന്ന് വിചാരിച്ചു. തീരുന്നില്ല. അല്ല, രണ്ടായിട്ട് എടുക്കാം സാറേ, ബാക്കി അടുത്തായിട്ട് എടുക്കാം. അടുത്തത് ഇതും ഇതിന്റെ ആൾക്കാർക്ക് ചോദിക്കാനുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കാനുണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. അല്ലെ ആഡ് ചെയ്യാനുണ്ടെങ്കിലും എന്നെക്കാട്ടി കൂടുതൽ പരിചയമുള്ള പല ഡോക്ടർമാരും ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതായിട്ട് എനിക്കറിയാം. അവർക്കും വേണമെങ്കിൽ ചോദിക്കാം, പറയാം, ആഡ് ചെയ്യാം. സാറ് കണ്ടിന്യൂ ചെയ്തോ. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. പിന്നെ വേറൊരു കണ്ടീഷനാണ് ബാലനൈറ്റിസ്. ലിംഗാഗ്രത്തിനും ലിംഗചർമ്മത്തിനും വരുന്ന നീർവക്കത്തിനാണ് ബാലനൈറ്റിസ് എന്ന് പറയുന്നത്. ലിംഗാഗ്രത്തിൽ വേദനയും പുകച്ചിലും അനുഭവപ്പെടും. ലിംഗചർമ്മത്തിന് വീക്കം വരികയും അടിയിലൂടെ പഴുപ്പ് സ്രവിക്കുകയും ചെയ്യും. ഇത് കൂടുതലും ഡയബറ്റിസ് സാധാരണ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ബാലനൈറ്റിസ്. പിന്നെ ബാലനൈറ്റിസ് ഒന്നുകൂടെ സാർ പറയാമോ? ലിംഗാഗ്രത്തിനും ലിംഗാഗ്ര ചർമ്മത്തിനും വരുന്ന നീർവക്കത്തെയാണ് ബാലനൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അത് തന്നെ ചെറു പിള്ളേർക്ക് വരും. ലിംഗാഗ്രത്തിൽ വേദനയും പുകച്ചിലും അനുഭവപ്പെടും. ലിംഗചർമ്മത്തിന് വീക്കം വരികയും അടിയിലൂടെ പഴുപ്പ് സ്രവിക്കുകയും ചെയ്യും. അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. ലിംഗാഗ്രത്തിൽ അടിയിൽ കൂടി പഴുപ്പ് സ്രവിക്കുന്നു. മൂത്ര വിസർജനത്തിന് തുടങ്ങുമ്പോൾ മൂത്രനാളികൾ പൊളിയുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കൊടുക്കാവുന്ന ഒന്നാം തരം മെഡിസിൻ, ഫസ്റ്റ് മെഡിസിൻ ആൻഡ് ബെസ്റ്റ് മെഡിസിൻ ഇൻ മെർസോൾ. പിന്നെ എനിക്കൊരു കേസ് ഒരിക്കൽ കിട്ടി. അതായത് ഈ പണ്ട് വെളിയിലൊക്കെ ജോലിക്ക് പോകുന്നവരുടെ വീടുകളിൽ പിന്നെ കൂട്ടുകിടക്കാൻ അടുത്തുള്ള പയ്യന്മാരെ വിളിക്കും. പക്ഷേ സംഗതി വേറെ കാര്യത്തിലോട്ട് നീങ്ങും. അങ്ങനെ എനിക്ക് ഒരുപാട് ഈ ബാലനൈറ്റിസ് കേസുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം മെർസോള് അതുപോലെയുള്ള മെഡിസിനൊക്കെ കൊടുത്താണ് കുറച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത കണ്ടീഷൻ നൈറ്റ് എമിഷൻ അല്ലെ സ്വപ്നസ്കന്ധം. പക്ഷേ കോഴ്സിന്റെ സമയത്ത് സ്കന്നുണ്ടാകുകയാണ്. സ്വപ്നം കണ്ടിട്ട് സ്കന്നുണ്ടാകുകയാണെങ്കിൽ മെഡിസിൻ അനേഡിയമാണ്. കലേഡിയം. വേറൊരു പ്രത്യേക ഔഷധം ലുപ്പിലിനം. അത് എനിക്ക് തപ്പിട്ട് കിട്ടിയില്ല അതിൻ്റെ സ്പെല്ലിങ് കേട്ടോ. അത് 1x ആണ് കൊടുക്കുന്നത്. ലുപ്പിലിനിയം. അത് മറ്റാമടിക്കായ്ക്ക് നോക്കിക്കോണം സ്പെല്ലിങ്. ഞാൻ ആദ്യം പറഞ്ഞു. എൻ്റെ ബോറിക്ക് എവിടെ തപ്പിട്ട് കിട്ടിയില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അത് വേലക്കാരൻ കണ്ടോ തൂത്തുവാരിയ കൂട്ടത്തിൽ ഇവിടെ മാറ്റി വെച്ചു. അതുകൊണ്ടാണ്. ഉറങ്ങുമ്പോൾ സ്കന്നം നടക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലകറക്കം. അങ്ങനെ വന്നാലും സെലീനിയം മെഡിസിൻ പൊട്ടൻസിയാണേ. പിന്നെ ഇത് നിയന്ത്രിക്കാൻ, സ്കന്നം നിയന്ത്രിക്കാൻ കൊടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട മെഡിസിൻ തൂജ. അത് ഇന്റർകറന്റ് ആയിട്ടും കൊടുക്കാം. തൂജ മദർ ടിഞ്ചറായിട്ടും കൊടുക്കാം. വളരെയധികം പ്രയോജനമുള്ള ഒരു മെഡിസിനാണ് തൂജ.
ടിഞ്ചറും കൊടുക്കാം, പൊട്ടൻസിയും കൊടുക്കാം. ജനേന്ദ്രിയങ്ങൾ തളർന്നിരിക്കും. ഉദ്ധാരണം കൂടാതെ തന്നെ സ്കലനം നടക്കുന്നു. മാനസികമായി വലിയ ദുർബലത അനുഭവപ്പെടും. രോഗിക്ക് വലിയ മറവി ഉണ്ടാകും. ഫോർഗറ്റബിൾനെസ്സും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ ഉദ്ധാരണമൊന്നും ഇല്ലാതെ ഇങ്ങനെ സ്കലനം നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ കൊടുക്കുന്ന മെഡിസിനാണ് ആഗ്നസ് കാസ്റ്റസ്. ഒരുപാട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു മെഡിസിനാണ് ആഗ്നസ് കാസ്റ്റസ്. ഒരു വണ്ടർഫുൾ മെഡിസിനാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ള ആർക്കെങ്കിലും ചോദിക്കണേലോ ആഡ് ചെയ്യണേലോ ഉണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇനിയുണ്ട്. അടുത്ത ക്ലാസ് ആയിട്ട് സ്പീഡിൽ പോവാതെ അടുത്ത ക്ലാസ് ആയിട്ട് വെക്കാം സാറേ. ആയിക്കോട്ടെ. പറഞ്ഞത് ശരിയാണ്. വളരെ നല്ല സാറ്. ഈ കുറെ ദിവസം അസുഖമായിട്ടൊക്കെ ഇരുന്നിട്ട് വിശ്രമിച്ചതിന് ശേഷം വരുന്നതിന്റെ യാതൊരു ലക്ഷണവും ഇന്നത്തെ ക്ലാസ്സുകളിലായിരുന്നു. വളരെ പക്വതയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി, വളരെ നല്ല രീതിയിലാണ് സാർ ഇന്ന് ചെയ്തത്. സാർ അന്ന് എന്നോട് പറയുമായിരുന്നു, എന്താവുമോ, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ, ഞാൻ ഇടയ്ക്ക് ചുമ വരുമോ, അങ്ങനെ പ്രശ്നങ്ങൾ വരുമോ. പക്ഷെ ഒന്നും വന്നില്ല. സാറ് പണ്ടെടുക്കുമ്പോൾ ഉള്ളതിൽ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് സാർ ഇരുന്നതും സംസാരിച്ചതും സാറിന്റെ പുഞ്ചിരിയും എല്ലാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ സെഷൻ കേൾക്കുന്നവർ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം അതിലും കൂടുതൽ ആൾക്കാരെ ആയിട്ട് വരും. കാരണം ഒരിടയ്ക്ക് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു, സാർ ഇങ്ങനെ വായിച്ചു വിടുവാണെന്ന്. പക്ഷെ ഇന്നത്തത് വായിച്ചു വിടുകയല്ല, സാറിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പറയുകയും സാറിന് സംശയമുള്ള കാര്യങ്ങൾ സാർ ഒന്നുകൂടെ നോക്കിയിട്ട് അത് ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസന്റേഷൻ. എന്തുകൊണ്ടും നമുക്ക് ഇങ്ങനെയുള്ള സെഷനുകൾ ആവശ്യമാണ്. വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മൾ എന്ത് സംസാരിക്കും എന്നുള്ളതിനെ കുറിച്ച് അന്നേരം നമ്മൾ ധാരണയായില്ലായിരുന്നു. പക്ഷെ വളരെ നല്ലൊരു വിഷയമായിട്ടാണ്. പക്ഷെ ഈ ഒരു ഹെഡിങ് നമ്മൾ ഒരു പക്ഷേ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ആൾക്കാർ, ഇതിപ്പോ ഒരു 36, 38, 40 ആ ഒരു ഇതിന്റെ അകത്ത് വരുമല്ലോ. ആ ഇപ്പോഴവരെല്ലാം യൂട്യൂബിന്റെ ഇതിൽ കയറി കണ്ടോളും. നല്ലതാണെന്ന് അറിഞ്ഞാൽ. അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ആ രീതിയിൽ എന്നാലും എത്തിയെന്നുള്ളതാണ്. ഒരിടയ്ക്ക് നമുക്ക് 25-ലോട്ടൊക്കെ പോയതാ. പക്ഷെ ഇപ്പൊ വീണ്ടും നല്ല ലെവലിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിയുന്നതും നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു സാമ്പത്തിക സഹായം ഏകദേശം ചെയ്യണം. നമുക്ക് നമ്മുടെ സ്റ്റാഫിനൊക്കെ സാലറി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാവരും ഓർമ്മ വെക്കണം. മാസവരിയായിട്ടുള്ളത് നമുക്ക് നമ്മുടെ സൂമുകാർക്ക് കൊടുക്കണം. അങ്ങനെ ചെലവുണ്ട്. അതും ഒരു പരിഗണനയിൽ എല്ലാവരും ഓർക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അറിയാമോ ഡോക്ടർ? നന്ദി ധനേഷ് ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റാണുള്ളത്. ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിൽ ആർക്കും സംശയം വരാൻ സാധ്യതയില്ല. അത്ര ക്ലിയർ ആയിരുന്നു. എല്ലാം നല്ല വ്യക്തമായി തന്നെ എല്ലാവർക്കും മനസ്സിലാകുകയും എഴുതിയെടുക്കാനും ഉള്ള ഒരു സാഹചര്യം ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത്ര നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. അതുപോലെ ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ സാർ ആ വിഷയം നേരത്തെയും കൂടെ കാണിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഇരട്ടി ആള് വന്നു. ഇന്നലെ വൈകിട്ടാ പറഞ്ഞത്. ഞാൻ ഒരു സെലക്ഷനും ചെയ്തതല്ല, ചെയ്തിട്ടില്ല. ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തു. നല്ല ഹോംവർക്ക് ഇല്ലാതെ നമുക്ക് സബ്ജക്റ്റ് കൊടുത്താൽ നമ്മൾ ബബപ്പാപം. എന്താ പറ്റുക സാറിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമുക്കൊരു ഗ്യാരണ്ടി കിട്ടാതെ ഞാൻ വെക്കുന്നത് ശരിയല്ല. നമ്മളൊരു 3-4 ആഴ്ച, ഒരു ഏകദേശം ഒരു 5-6 ദിവസങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും സാറിന് അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞൊരു ദിവസം നമ്മളൊരു അനുഭവങ്ങൾ പങ്കുവെക്കുന്ന രീതി, അല്ല, ഒരു രോഗത്തെക്കുറിച്ചുള്ള ചർച്ച വെക്കാന്ന് വെച്ചത്. അന്ന് സാറിനെ ഒരു 10 മിനിറ്റ് സംസാരിപ്പിക്കാം, അതുകൊണ്ട് വീണ്ടും വെടിക്കെട്ട് തുടങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അന്ന് നമുക്ക് തെറ്റിയതായിരുന്നു. അന്ന് ശ്രീലേഖ ഡോക്ടറുടെ സെഷൻ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് സാറിന് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ കേടുന്ന് സാറ് തീർത്തു. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് അബ്ദുൽ സലാം സാറിനെ ക്ഷണിക്കുകയാണ്. അബ്ദുൽ സലാം സാറെ, അൺമ്യൂട്ട് ചെയ്യാവോ?
നന്ദി പറയാമോ ഡോക്ടറെ? കുറുപ്പ് സാർ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കാണാൻ പറ്റി. ആരോഗ്യത്തോടെ തിരിച്ചു വന്നതിന് സന്തോഷം. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു എന്ന് പറയേണ്ടതില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. രണ്ടാമത് തിരിച്ചു പറയേണ്ടി വന്നിട്ടില്ല. ഏതായാലും നല്ലൊരു ക്ലാസ് തന്ന കുറുപ്പ് സാറിന് നന്ദിയും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു IAPSന്റെ പേരിൽ. നന്ദി കുറുപ്പ് സാറേ. എല്ലാവർക്കും കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം. നിന്റെ ബാക്കി എടുക്കാം എന്ന് വിചാരിക്കുന്നു. നന്ദി അബ്ദുൽ സലാം സാറേ. അതുപോലെ ഇന്ന് നമ്മുടെ സൂം വെബിനാർ ഇത്രയേറെ ഭംഗിയാക്കി തീർത്ത ശ്രീധരക്കുറുപ്പ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി സെഷൻ എത്രയും വേഗം വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. അതുപോലെ തന്നെ ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഓർമ്മയിൽ IFPHന് ഒരു ചെറിയ ഫണ്ട് ആവശ്യമുണ്ട്. അതിലെല്ലാവരും സഹകരിക്കണം. പ്രതിമാസം എന്നുള്ള രീതിയിലോ അല്ലാതെയോ എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. 2087 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.